പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. യുക്രൈൻ രാജ്യത്തിനും യുക്രൈൻ ജനതയ്ക്കും കർദിനാൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും പ്രസിഡന്റ് സെലൻസ്കി എക്സിൽ കുറിച്ചു. ജൂലൈ 23-നാണ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും കൂടിക്കാഴ്ച നടത്തിയത്. കർദിനാൾ പിയത്രോയുമായി വളരെ അർത്ഥവത്തായ ഒരു കൂടിക്കാഴ്ച താൻ നടത്തിയെന്നും യുക്രൈൻ രാജ്യത്തിനും ഈ ജനതയ്ക്കും നൽകുന്ന പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും സെലൻസ്കി സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു. 2022-ൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം വത്തിക്കാനിൽ നിന്നുള്ള ആദ്യത്തെ ഔദ്യോഗിക യുക്രൈൻ സന്ദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂണിൽ സ്വിറ്റ്സർലൻഡിൽ നടന്ന യുക്രൈനെ സംബന്ധിക്കുന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയുടെ തീരുമാനങ്ങളും സമാധാനം സുഗമമാക്കുന്നതിൽ വത്തിക്കാന്റെ പങ്കുമാണ് താനും കർദിനാൾ പരോളിനും പ്രധാനമായി ചർച്ച ചെയ്തതെന്ന് പ്രസിഡന്റ് സെലൻസ്കി വ്യക്തമാക്കി. റഷ്യയുടെ നിലവിലുള്ള വ്യോമ ആക്രമണങ്ങളെക്കുറിച്ചും രാജ്യത്തെ മാനുഷിക സാഹചര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞ മാസം ഇറ്റലിയിൽ നടന്ന G7 സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി പ്രസിഡന്റ് നടത്തിയ കൂടിക്കാഴ്ചയുടെ ഫലങ്ങളെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. നീതിക്കും ലോകസമാധാനത്തിനുമായുള്ള ഫ്രാൻസിസ് പാപ്പായുടെ ശ്രമങ്ങളുടെ ആവർത്തനമാണ് ജൂലൈ 19 മുതൽ 24 വരെ നീളുന്ന കർദിനാൾ പിയത്രോ പരോളിന്റെ സന്ദർശനമെന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വെളിപ്പെടുത്തി. തന്റെ സന്ദർശന വേളകളിലുടനീളം രക്തസാക്ഷിയായ യുക്രൈൻ എന്ന ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ കർദിനാൾ പരോളിൻ ആവർത്തിച്ചിരുന്നു. വ്ളാഡിമിർ സെലൻസ്കിക്കൊപ്പം യുക്രൈൻ പ്രധാനമന്ത്രിയായ ഡെനിസ് ഷ്യാംഹാളിനെയും സന്ദർശിച്ച കർദിനാൾ കീവിലെ കുട്ടികളുടെ ആശുപത്രിയിൽ സന്ദർശനം നടത്തുകയും രോഗികളെ കാണുകയും ചെയ്തു. കത്തോലിക്ക വിശ്വാസികൾക്കായി ബെർട്ടിവിച്ചിലുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധബലി അർപ്പിച്ച കർദിനാൾ യുക്രൈനിയൻ ഗ്രീക്ക് കാത്തലിക് ചർച്ച് തലവനായ സ്വാറ്റോസ്ലാവ് ഷെവ്ചുക്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.